പിന്നെ എനിക്കൊരു ഹസ്ബൻഡ് ഉള്ളതാണ്. ഞാൻ കെയർ ഹോമിൽ ജോലി ചെയ്യാൻ വന്നതെന്ന് വെച്ചാൽ, ഞാൻ എന്താണ് ആം, എന്താ പറയുന്നേ, ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് യുകെയിലോട്ട് വന്നത്. എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യുകെയിലോട്ട് വന്നത്. അല്ലാണ്ട് അവിടെയുള്ള റെസിഡൻസിന് ഇപ്പം ചിലപ്പം ഈ ഈ ഈ ലേഡീസൊക്കെ ഇപ്പം ഒരു ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ ഈ എന്താണ് വേറെ ആണുങ്ങളോട് പോകുന്ന ഒക്കെ ആയിരിക്കാം അവരുടെ ഒരു കൾച്ചർ അതായിരിക്കാം. പക്ഷേ എന്നെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നീ ഇല്ലാതെ നീ ഇല്ലെങ്കിൽ വേറൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ഭർത്താവ് എനിക്കുണ്ട്. മനസ്സിലായോ? മനസ്സിലായി. എപ്പോൾ നോക്കിയാലും പുള്ളി പറയുന്നതാണ്. നീ ഇല്ലെങ്കിൽ വേറൊരു പെണ്ണിൻ്റെ എനിക്ക് ഇനി വേറൊരു പെണ്ണിനെ വേണ്ട എന്ന് വെച്ചാൽ ഒരു ട്രെയിനിൻ്റെ മുന്നിലെ തല വെച്ചു. ഇനി വേറൊരു ട്രെയിനിൻ്റെ മുന്നിലും കൂടെ തല വെക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ ഒരാളുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. ആ പുള്ളി എന്നാ എന്നെ വേണ്ടെന്ന് വെക്കുന്നോ അതുവരെ ഞാൻ ആ പുള്ളിയുടെ കൂടെ തന്നെയേ ജീവിക്കുകയുള്ളൂ. അങ്ങനെയാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചേക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ എനിക്ക് അലക്സ സ്റ്റോപ്പ്. അല്ലാതെ എനിക്ക് എനിക്ക് നിങ്ങളുടെ എന്താണ് ആളുടെ കൂടെ വന്നിരിക്കുകയോ അല്ലെങ്കിൽ എനിക്കത് അങ്ങതിന് വേണ്ടിയിട്ടല്ല ഞാൻ അവിടെ വന്നിരിക്കുന്നത്. എനിക്ക് തരുന്ന റെസിഡൻസിനെ മാക്സിമം സേഫായിട്ടും കംഫോർട്ടായിട്ട് നോക്കുക എന്നുള്ള ഒരു ജോലി മാത്രമേ ഞാൻ അവിടെ വന്നിട്ട് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? അല്ലാതെ എനിക്ക് ആ ഒരു എൻ്റെ കൂടെ എപ്പോഴും വരുന്ന അല്ലെങ്കിൽ എൻ്റെ കൈ പിടിച്ച് വലിക്കുന്ന അവൻ എൻ്റെ ഒരു എന്താണ് പറയുന്നത്, ബ്രദറായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ അവനെ കരുതിയിരിക്കുന്നത്. അവനും തിരിച്ച് എന്നെ ഒരു സിസ്റ്ററായിട്ടായിരിക്കും കരുതിയിരിക്കുന്നതാണ് എനിക്ക്. നിങ്ങളുടെ കണ്ണിലാണ് മറ്റേ ആ ഡിവോഴ്സ് കഴിഞ്ഞ് ആ ഒരു സ്ത്രീ ആ പയ്യനോട് ചോദിക്കുന്നതാണ്, ഡു യു ലവ് അപർണ? അവർക്കെല്ലാം ആ ലവിൻ്റെ കണ്ണിലൂടെ കാണാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു 2 വയസ്സായ കുട്ടി അവനോടൊപ്പം ചേരുന്ന ഒരാളുടെ കൂടെ കളിക്കാനായിരിക്കും എപ്പോഴും ആഗ്രഹിക്കുന്നത്, അല്ലേ? അതായത് ആ പയ്യൻ നോക്കുമ്പോൾ ആ പയ്യൻ്റെ ഏജിനോട് സമമുള്ള, അവന് 30 വയസ്സ്, അവനെക്കാട് 5-6 വയസ്സിന് മൂത്താണ് ഞാൻ. അപ്പം ഈ അവൻ്റെ ഏജിനൊപ്പം ഒരു വ്യക്തിയോട് ഇരിക്കാനായിരിക്കും അവൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് 10, 60, 65 വയസ്സായ ഒരു ലേഡിയുടെ കൂടെ ഇരിക്കാനായിരിക്കില്ല. ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ സമപ്രായക്കാരുടെ കൂടെ കളിക്കാനായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു കൊച്ചു കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അതായിരിക്കും അവിടെ സംഭവിച്ചത്. മനസ്സിലായോ? എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുകയും ആ പയ്യനെ പിടിച്ച് തള്ളി ആ പയ്യൻ്റെ അടുത്ത് വന്നിരിക്കുകയും അത് ആ സ്ത്രീ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ അത് ചെയ്തതാണ് ഞാൻ എതിർത്ത് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തത്. എന്നിട്ട് അവനെ നിർബന്ധിച്ച് പിടിച്ചിരുത്തുക, ഇതൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല.